ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പ് കേസ് ഒരുപക്ഷെ തട്ടിപ്പ് കേസുകളിൽ വെച്ച് ഏറ്റവും വലിയ കേസായിട്ട് ഇന്ന് ഇഡി തന്നെ വിശേഷിപ്പിച്ചിരുന്ന ഒന്നാണ്. മരവിപ്പിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടിയിലേക്ക് ദേശീയ അന്വേഷണ ഏജൻസി കടന്നിരിക്കുന്നു എന്നതാണ് ഈ വാർത്തയെ സംബന്ധിച്ച് ഇന്ന് നൽകാനുള്ള റിപ്പോർട്ട്. ഇതുവരെ മരവിപ്പിച്ചത് 235 കോടി രൂപയുടെ സ്വത്തുക്കളുമാണ്. മറ്റ് നിക്ഷേപ തട്ടിപ്പുകളിലും മരവിച്ച സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടും. കരുവന്നൂരിലേതിനെ പോലെ തന്നെ നിക്ഷേപകർക്ക് നഷ്ടമായ പണം തിരികെ ലഭ്യമാക്കാനുള്ള നടപടികളിലേക്ക് കൂടിയാണ് ഇഡി കടക്കുന്നത്. രേഷ്മ ബാബു വീണ്ടും ചേരുന്നു. രേഷ്മ, എന്തായാലും ഈ ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പിൽ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസമുള്ളൊരു വാർത്ത തന്നെയാണ് നൽകാനുള്ളത്. കാരണം കണ്ടുകെട്ടിയ വസ്തുവകകളിൽ നിന്നും നിക്ഷേപകർക്ക് നഷ്ടമായ തുക തിരികെ നൽകാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഇഡി. അതെ അനു, അതായത് ഈ ഹൈറിച്ച് ഓൺലൈൻ ശൃംഖല വഴി നടത്തിയിട്ടുള്ള തട്ടിപ്പിൽ ഏകദേശം 235 കോടി രൂപയുടെ സ്വത്തുക്കളാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിച്ചിട്ടുള്ളത്. ഇത് കണ്ടുകെട്ടാനുള്ള അടുത്ത പടിയിലേക്കാണ് അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്കാണ് ഇഡി കടന്നിട്ടുള്ളത്. നിക്ഷേപകരെ സംബന്ധിച്ച് ഏറെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് വേണമെങ്കിൽ ഇതിനെ വിലയിരുത്താം. കാരണം സ്വത്തുക്കൾ കണ്ടുകെട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് ആ പണം തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതിയടക്കം സമീപിച്ചുകൊണ്ട് മറ്റ് നടപടികളിലേക്ക് നീങ്ങുവാനും സാധിക്കും. ആകെ അതായത് ഈ മുഴുവൻ ഇഡി അന്വേഷിക്കുന്ന നിക്ഷേപ തട്ടിപ്പ് കേസുകളിൽ ആകെ ഏകദേശം 1000 കോടി രൂപയുടെ സ്വത്തുവകളാണ് മരവിപ്പിച്ചിട്ടുള്ളത്. ഇതൊക്കെ തന്നെ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്കും ഇഡി കടക്കുന്നുണ്ടെന്നാണ് സൂചന. ആദ്യഘട്ടത്തിൽ ഹൈറിച്ച് കേസിൽ തന്നെ കഴിഞ്ഞ ജനുവരിയിൽ 203 കോടി രൂപയുടെ സ്വത്തുവകളാണ് ഇഡി മരവിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാജ്യവ്യാപകമായിട്ട് 15 കേന്ദ്രങ്ങളിൽ നടന്ന റെയ്ഡിൽ ഏകദേശം 32 കോടി രൂപയുടെ സ്വത്തുവകകളും ഇഡി മരവിപ്പിച്ചിരുന്നു. ഇത് മൊത്തത്തിൽ ആകെ കൂട്ടുമ്പോൾ 235 കോടി രൂപയുടെ സ്വത്തുവകളാണ് മരവിപ്പിച്ചിട്ടുള്ളത്. ഇത് കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്കാണ് ഇഡി നീങ്ങുന്നത്. സ്വാഭാവികമായിട്ടും ഈ നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് ഈ കണ്ടുകെട്ടലിന്റെ നിയമപരമായിട്ടുള്ള വശങ്ങളൊക്കെ തന്നെ ഇഡി ഈ ബന്ധപ്പെട്ട ഈ കേസിലെ പ്രതികളെ അറിയിക്കും. അവർക്ക് വേണമെങ്കിൽ PMLA അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിയെ സമീപിക്കാം. ഈ കരുവന്നൂർ തട്ടിപ്പ് കേസ് എപ്രകാരമായിരുന്നു? ഈ നിക്ഷേപകർക്ക് നഷ്ടമായ പണം തിരികെ ലഭ്യമാക്കാനുള്ള നടപടികളിലേക്ക് ഇഡി കടന്നതെന്ന് നമുക്കറിയാം. അത് പ്രധാനമന്ത്രി അടക്കമുള്ളവർ പൊതുവേദികളിൽ തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതൊരു വലിയ ആശ്വാസമായിരുന്നു നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം. സമാനമായ ഒരു രീതിയിലേക്കാണ് ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പ് കേസും പോകുന്നത്. അതെ അനു, ഈ കരുവന്നൂർ കേസിൽ തന്നെ ആ നിക്ഷേപകരെന്ന് പറയുന്നത് അതിസാധാരണക്കാരായിരുന്നു. അവരെ സംബന്ധിച്ച് പ്രധാനമന്ത്രി നൽകിയ ഉറപ്പ്, അതായത് ഈ തട്ടിപ്പിലെ ഇരകളായിട്ടുള്ള നിക്ഷേപകർക്ക് അവരുടെ പണം തിരികെ നൽകുമെന്നുള്ളതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ ഉറപ്പ്. ആ ഉറപ്പ് പാലിച്ചുകൊണ്ടുള്ള നടപടികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടരുന്നതിനിടയിൽ തന്നെയാണ് ഈ ഹൈറിച്ച് കേസിൽ അതിന്റെ 235 കോടി രൂപയുടെ സ്വത്തുവകകൾ കൂടി കണ്ടുകെട്ടാനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളും ഇഡി ആരംഭിച്ചിട്ടുള്ളത്. ഇതിന്റെ ഒരു പ്രധാന നടപടിക്രമം എന്ന് പറയുന്നത് കരുവന്നൂർ കേസിൽ തന്നെ നിലവിൽ ഈ PMLA കോടതിയിൽ നിക്ഷേപകർ നൽകിയ ഹർജിയുണ്ട്. ആ ഹർജിയിൽ ഇഡി വ്യക്തമാക്കിയിട്ടുള്ളത് സ്വത്തുക്കൾ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ തിരിച്ച് അതിന്റെ നിക്ഷേപകർക്ക് അവർ നൽകിയിട്ടുള്ള പണത്തിന്റെ കണക്കനുസരിച്ച് നൽകുവാനുള്ള ഒരു നടപടികളിലേക്ക് കടന്നു എന്നുള്ളതാണ്. സമാനമായിട്ടുള്ള രീതിയിലുള്ള നടപടിക്രമങ്ങളായിരിക്കും ഈ ഹൈറിച്ച് കേസിലും ഇഡി നടത്തുക. എന്തായാലും നിലവിൽ അതിന്റെ രണ്ടാമത്തെ ഘട്ടം എന്നുള്ള രീതിയിലാണ് ഈ മരവിപ്പിക്കപ്പെട്ട സ്വത്തുവകൾ കണ്ടുകെട്ടാനുള്ള ഒരു നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അതായത് കഴിഞ്ഞ ജനുവരിയിൽ 233 കോടി രൂപയുടെ 203 കോടി രൂപയുടെ സ്വത്തുവകകളായിരുന്നു ഈ ഹൈറിച്ച് കേസിൽ ഇഡി മരവിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാജ്യവ്യാപകമായിട്ട് 15ഓളം കേന്ദ്രങ്ങളിൽ ഹൈറിച്ച് കേസുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടന്നിരുന്നു. തുടർന്ന് ഏകദേശം 32 കോടി രൂപയുടെ സ്വത്തുവകകളും മരവിപ്പിച്ചിരുന്നു. മൊത്തത്തിൽ 235 കോടി രൂപയുടെ സ്വത്തുവകകളാണ് ഇനി കണ്ടുകെട്ടുക. ഈ കണ്ടുകെട്ടിയ സ്വത്തുവകകൾ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ട് ഈ എല്ലാ നിയമവശങ്ങളും പ്രതികളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിക്കും. ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനെതിരെ പിന്നീട് ഈ പ്രതികൾക്ക് അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റി, അതായത് PMLA അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിയെ സമീപിക്കാം. ഈ അതോറിറ്റി ഇഡിക്ക് ഈ നടപടികൾ തുടരുവാൻ വേണ്ടിയിട്ട് അനുമതി നൽകി കഴിഞ്ഞാൽ മറ്റ് നിയമ തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്യും. പിന്നീടുള്ളത് ഹൈക്കോടതി അടക്കം
ഈ പ്രതികൾക്ക് സമീപിക്കാം എന്നുള്ളതാണ്. മുൻകാല കേസുകളിലൊക്കെ തന്നെ അതിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഇഡിയുടെ PMLA അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിയെ തന്നെ സമീപിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു പ്രതികൾക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. എന്തായാലും അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ തീരുമാനം തന്നെയാണ് അന്തിമമെന്നാണ് പല കേസുകളിലും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. എന്തായാലും ഈ രണ്ടാമത്തെ ഘട്ടം, അതായത് പ്രാഥമിക ഘട്ടമാണ് ഈ സ്വത്തുക്കൾ മരവിപ്പിക്കുന്നത്, അതിന്റെ അടുത്ത ഘട്ടമാണ് ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നത്. എന്തായാലും അതിനുശേഷമായിരിക്കും ഈ നിക്ഷേപകർക്ക് പണം തിരിച്ച് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുക. കരുവന്നൂരിലെ ഇതിന് സമാനമായിട്ടുള്ള രീതിയിൽ നിക്ഷേപകർക്ക് പണം ലഭിക്കാനുള്ള അല്ലെങ്കിൽ അത് ലഭ്യമാക്കാനുള്ള നടപടികളിലേക്കും ED കടക്കുകയും ചെയ്യും. എന്തായാലും പ്രധാനമന്ത്രി നൽകിയ ഉറപ്പ് അത് പാലിക്കപ്പെടുന്നതിന്റെ പശ്ചാത്തലം കൂടി ഇക്കാര്യത്തിലുണ്ട്. അനു.